ഇവിടെ ഒരു കോൺവെന്റിലേക്ക് പുതുതായി വന്ന സിസ്റ്റർ ആ കോൺവെന്റിലെ തന്നെ മരിച്ചുപോയൊരു സിസ്റ്ററിന്റെ ആത്മാവിനെ കാണുന്നു. ആ ആത്മാവ് ഈ സിസ്റ്ററിനോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ യുദ്ധകാല സമയത്ത് കോൺവെന്റിലേക്ക് കുറെ ദുഷ്ടന്മാർ വരികയും കോൺവെന്റ് കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. അതിലൊരാൾ ഒരു സിസ്റ്ററിനെ റേപ്പ് ചെയ്തു. സിസ്റ്റർ പ്രഗ്നന്റ് ആവുകയും പ്രസവിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യം പുറലോകം അറിയാതിരിക്കുന്നതിനായി കുഞ്ഞിനെ കോൺവെന്റിന്റെ പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് മദറും സിസ്റ്റർ ജൂലിയയും തീരുമാനിക്കുന്നു. ഒരു ദിവസം ആ കുട്ടിക്ക് പനി കൂടുതലാവുന്നു. മകളെ ഡോക്ടറിനെ കാണിക്കണമെന്ന് സിസ്റ്റർ പറയുന്നു. പക്ഷെ പുറത്താരും ആ കുട്ടിയെ പറ്റി അറിയാതിരിക്കാൻ സിസ്റ്റർ ജൂലിയയും മദറും ബാത്ടബിൽ വെള്ളം നിറച്ച് കുട്ടിയെ അതിൽ കിടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ കുട്ടി അതിന് സമ്മതിക്കുന്നില്ല. അവിടെ നടന്ന പിടിവലിക്കിടയിൽ ബാത്ടബിൽ തലയിടിച്ച് ആ കുട്ടി മരിക്കുന്നു. അതേസമയം കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് കരയുകയായിരുന്ന സിസ്റ്റർ പെട്ടെന്ന് കുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്നു. സിസ്റ്റർ തന്റെ റൂമിനകത്ത് തൂങ്ങി മരിക്കുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ആത്മാവ് മദറിനോടും സിസ്റ്റർ ജൂലിയയോടും പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്നു. പുതുതായി വന്ന ഈ സിസ്റ്ററിന്റെ സഹായത്തോടെ അവരെ രണ്ടുപേരെയും കൊല്ലുന്നു.